കുണ്ടന്നൂർ ബൈപ്പാസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാഞ്ഞൂർ പഞ്ചായത്തിൽ ഭൂവുടമകളുടെ യോഗം ചേർന്നു. വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്ക് ഭൂമിയുടെ യഥാർത്ഥ വില ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ യോഗം. കുണ്ടന്നൂർ ബൈപ്പാസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാനൂർ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന ഭൂവുടമകളുടെ യോഗമാണ് ചേർന്നത്. കാനൂർ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ആന്റണി പാറക്ക അധ്യക്ഷത വഹിച്ചു. ഞങ്ങളെല്ലാം അഫക്റ്റ് ചെയ്യപ്പെടുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വേറൊരു ഇടത്ത് പോയി താമസിക്കുക അല്ലെങ്കിൽ ഈ പ്രായത്തിൽ പോയി താമസിക്കുക എന്നുള്ള പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വേണ്ടി ശക്തമായി പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യോഗമാണ് ഇന്നിവിടെ കൂടിയത്. ഏകദേശം ഒരു 300 അഫക്റ്റ് ചെയ്യപ്പെടുന്ന 300-ൽ കൂടുതൽ ആൾക്കാർ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലായത്. ഒരു 300 ആളെങ്കിലും ഇന്നിവിടെ കൂടിയിട്ടുണ്ട്. എല്ലാവരുടെയും വികാരങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്ക് ഭൂമിയുടെ യഥാർത്ഥ വില ലഭിക്കുന്നതിനാവശ്യമായ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുവാനാണ് യോഗം സംഘടിപ്പിച്ചത്. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആക്ഷൻ കൗൺസിൽ കൺവീനർ സജി കുടിയിരിപ്പിൽ വിശദീകരിച്ചു. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് വേണ്ടി ഇവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ടിരുന്നു. അതുപോലെ ശബരി റെയിൽപാതയിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നു. ആ വരുന്ന ആളുകൾ തന്നെ പിന്നെയും പോകുന്നു വെച്ചു. കാരണം വെച്ചാൽ ഇവിടെ ഈ പുഴയും എയർപോർട്ടിൻ്റെ ഗ്യാപ്പിൽ ഇതിൽ മാത്രമേ പോകുള്ളൂ വെച്ചത്. അതുകൊണ്ടാണ് ഇത്രയും വീടുകൾ ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് ഈ ഏകദേശം 250ഓളം വീടുകൾ പോകുമ്പോൾ ഈ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ എവിടെ പോയി താമസിക്കുക എന്നുള്ള ഒരു ആശങ്കയിലാണ് ജനങ്ങൾ. നഷ്ടപരിഹാരം കാരണം വെച്ചാൽ ഈ റോഡിന് നമുക്ക് അത് തടുക്കാനോ ബാക്കി കാര്യമില്ല. പക്ഷേ നമുക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭിക്കേണ്ടത് നമ്മുടെ ഒരു അവകാശമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയത്. എയർപോർട്ട്, ശബരി റെയിൽപാത, കുണ്ടന്നൂർ ബൈപ്പാസ് എന്നിവയ്ക്കെല്ലാം ഭൂമി ഏറ്റെടുക്കുമ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾ നാട് വിട്ടുപോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് യോഗം അറിയിച്ചു. നിലവിൽ 250 വീടുകൾക്കാണ് സ്ഥലം നഷ്ടമാകുന്നത്. ആക്ഷൻ കൗൺസിൽ യോഗത്തിന് ശേഷം സ്ഥലം നഷ്ടമാകുന്ന പ്രദേശത്ത് പഞ്ചായത്ത് തലത്തിൽ യോഗം വിളിച്ചു ചേർത്ത് വിശദീകരണവും ചർച്ചയും നടത്തും. ഇത് സംബന്ധിച്ച് സംശയ നിവാരണത്തിനും പേപ്പർ വർക്കുകൾക്കുമായി കാനൂരിൽ ആക്ഷൻ കൗൺസിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്നും യോഗം അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ആന്റണി പാറക്കൽ, കൺവീനർ സജി കുടിയിരിപ്പിൽ, കമ്മിറ്റി അംഗങ്ങളായ തോമസ് കോയിക്കര, സിറിൽ ഇടശ്ശേരി, കാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ പ്രിയ രഘു, MV സത്യൻ എന്നിവർ സംസാരിച്ചു. 299 കുടുംബങ്ങൾ ഈ കുണ്ടന്നൂരിൽ അംഗമാലി ബൈപ്പാസിലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വടക്കുമാറ വില്ലേജിലെയും കിഴക്കുമാറ വില്ലേജിലെയും ഭൂമിയാണ് നഷ്ടപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാലടി. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.